Okay guys, today we are going to discuss regarding submucous resection of nasal septum and septoplasty. Submucous resection of nasal septum is otherwise known as SMR operation. And ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു it consists of elevating the mucoperichondrial and mucoperiosteal flaps on either side of the septal framework by a single incision that made on the one side of the septum, and then removing the deflected part of the bony and cartilaginous septum and then repositioning of the flaps. അതാണ് സബ്മ്യൂക്കസ് റിസെക്ഷൻ. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എലിവേറ്റിംഗ് ദ മ്യൂക്കോപെരിക്കോൺഡ്രിയൽ ആൻഡ് പെരിയോസ്റ്റിയൽ ഫ്ലാപ്സ്, that is on the either side of the septal framework, and then we have to do a single incision made on the one side of the septum and then removing the deflected part that may be bony and cartilaginous, then again repositioning the mucoperichondrial and periosteal flaps. അപ്പോൾ സബ്മ്യൂക്കസ് റിസെക്ഷൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിക്കേഷൻസ് ആർ ഡീവിയേറ്റഡ് nasal septum causing symptoms of nasal obstructions and recurrent headaches. DNS with nasal obstructions and recurrent headaches. DNS ഉള്ള പേഷ്യൻസിന് that may be obstruct the nasal pathway, passage, nasal passageന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള DNS ആണെങ്കിൽ we have to do SMR operation, and recurrent headache also needs SMR operation. And second indication is DNS causing sinusitis, then recurrent epistasis. Recurrent ആയിട്ട് epistasis means bleeding from nose, nose bleeding ഉണ്ടെങ്കിലും ചെയ്യേണ്ടതാണ്. Then in case of sinusitis, DNS causing obstruction to ventilation of paranasal sinuses and results in recurrent sinusitis. So next one is അടുത്ത ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് സെപ്റ്റോറൈനോപ്ലാസ്റ്റി ഫോർ കോസ്മെറ്റിക് കറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ നേസൽ ഡിഫോമിറ്റീസ്. അപ്പോൾ കോസ്മെറ്റിക് സർജറി ആയിട്ടുള്ള സെപ്റ്റോറൈനോപ്ലാസ്റ്റീൻ്റെ കൂടെയും നമ്മൾ ഈ SMR ഓപ്പറേഷൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ വി ക്യാൻ മൂവ് ഓൺ കോൺട്രാ ഇൻഡിക്കേഷൻസ്. കോൺട്രാ ഇൻഡിക്കേഷൻസ്: പേഷ്യൻസ് ബിലോ 17 years of age, in such cases a conservative surgery should be done. പേഷ്യൻ്റ് 17 വയസ്സിൽ താഴെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മാക്സിമം നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യില്ല. പക്ഷേ അവരെ ലൈഫ് സേവിങ് ഈ പ്രൊസീജിയർ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് അക്യൂട്ട് എപ്പിസോഡ്സ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതായത് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ചെയ്യില്ല. ബിക്കോസ് ആ ഒരു ഇൻഫെക്ഷൻ ഈ ഒരു സർജിക്കൽ സൈറ്റിലേക്കും വ്യാപിച്ച് വലിയൊരു ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആൻഡ് അൺകൺട്രോൾഡ് അൺട്രീറ്റഡ് ഡയബറ്റിസ് ഓർ ഹൈപ്പർ ടെൻഷൻ, അത്തരം കേസുകളിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാറില്ല. ദെൻ വി ക്യാൻ മൂവ് ഓൺ അനസ്തേഷ്യ. യൂഷ്വലി നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് ലോക്കൽ അനസ്തേഷ്യയാണ് പ്രിഫർ ചെയ്യുന്നത്, ആൻഡ് ജനറൽ അനസ്തേഷ്യ ഈസ് യൂസ്ഡ് ഇൻ ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞു 17 yearsന് താഴെയുള്ള പേഷ്യൻറ്റ് ചെയ്യില്ല, പക്ഷേ ലൈഫ് സേവിങ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാതെ പറ്റില്ല. ആ കുട്ടിക്ക് ഇനിയും പിന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ കൂടാതെ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വി ക്യാൻ ഡു. സോ ഇൻ ദാറ്റ് കണ്ടീഷൻ ജനറൽ അനസ്തേഷ്യ ഈസ് യൂസ്ഡ്. ആൻഡ് പാക്കിംഗ് റിബൺ ഗോസ് ആണ് നമ്മൾ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി സ്മിയർഡ് വിത്ത് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ് ഓർ ലിക്വിഡ് പാരഫിൻ. ലിക്വിഡ് പാരഫിനിലോ അല്ലെ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റിലോ മുക്കി വെച്ചിട്ടുള്ള റിബൺ ഗോസ് ആണ് നമ്മൾ നേസൽ പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് സ്മിയർഡ് ribbon gauze is packed in each nasal cavity in order to prevent collection of blood between the flaps. ഫ്ലാപ്സിൻ്റെ ഇടയിൽ ബ്ലഡ് കളക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നേസൽ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. And post-operative care includes patient is placed in semi-sitting position to prevent oozing of blood. Outer nasal dressing is changed if soaked in blood. But outer nasal dressing can be changed if it is soaked in blood. Blood ആയ നമുക്ക് ഔട്ടറിലുള്ള നേസൽ പാക്കിങ്ങിൽ ബ്ലഡ് ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റിമൂവ് ദാറ്റ് ആൻഡ്
അല്ലാത്തപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ സെമി സിറ്റിംഗ് പൊസിഷനാണ് കൊടുക്കേണ്ടത് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഊസിങ് ഓഫ് ബ്ലഡ്. അപ്പോൾ സെമി ഫ്ലോളസ് പൊസിഷനാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ഇൻ ഓർഡർ ടു prevention of oozing the blood. A soft diet should be taken in the first 2 post-operative days to minimize active mastications which causes bleeding. അപ്പോൾ നമ്മളെല്ലാവരും നഴ്സുമാരാണ്. So that we have to give health education for the patient and the family about dietitian. അവരുടെ ഡയറ്ററി പാറ്റേണിനെ പറ്റിയിരുന്ന് we have to give an education because a soft diet should be given because so that we can reduce mastication and so that we can prevent bleeding. And in case of pain, if any, should be controlled with analgesics. So analgesics can be given for the pain. Usually acetaminophen is used. Then antibiotics cover is given for 5 to 6 days. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എറിത്രോമൈസിൻസും പെൻസിൽസിൻസും ഒക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നേസൽ പാക്ക് ഇസ് ജനറലി റിമൂവ്ഡ് ആഫ്റ്റർ 24 hours ആൻഡ് ദർ ആഫ്റ്റർ ഡീകൺജസ്റ്റൻ നേസൽ ഡ്രോപ്സ് ക്യാൻ ബി യൂസ്. നേസൽ പാക്ക് നമുക്ക് 24 hours ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. ദർ ആഫ്റ്റർ ഡീകൺജസ്റ്റൻ്റ്, അതായത് നോസ്ട്രിൽസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡീകൺജസ്റ്റൻ നേസൽ ഡ്രോപ്സ് ക്യാൻ ബി യൂസ്. ഇപ്പോൾ നേസൽ പാക്ക് നമ്മൾ 24 hours ശേഷം റിമൂവ് ചെയ്തിട്ട് വീണ്ടും ബ്ലീഡിങ് വന്നാൽ ദാറ്റ്സ് എ കോംപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? അഗെയിൻ റീപാക്കിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് സിൽക്ക് സ്റ്റിച്ച് ഇഫ് എനി. സിൽക്ക് സ്റ്റിച്ച് എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അത് ഓർക്കുക. യൂഷ്വലി നമ്മൾ ഇപ്പോൾ അബ്സോർബ്ഡ് സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് നോൺ അബ്സോർബൻ്റ് ആണെങ്കിൽ വി ഹാവ് ടു റിമൂവ് ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺ 5th or 6th day ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ. അപ്പോൾ 5ാമത്തെ 6ാമത്തെ ദിവസം നമുക്കത് ആ സ്റ്റിച്ചസ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇസ് പേഷ്യൻറ്റ് ഷുഡ് ബി അവോയ്ഡ് ട്രോമ ടു ദ നോസ് ഫോർ സെവറൽ ഡേയ്സ്. അപ്പോൾ അവരുടെ പേഷ്യൻറ്റിൻ്റെ ഫാമിലിനോടും പേഷ്യൻറ്റിനോടും പറയാം ദ ഷുഡ് ബി അവോയ്ഡ് ട്രോമ ടു ദ നോസ്. കുറച്ച് ദിവസത്തേക്ക് ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാതെ, അതായത് മാക്സിമം ട്രോമാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പണികളൊന്നും ചെയ്യാതെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിനെ പറ്റി പറയാനുള്ളൂ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ബ്ലീഡിംഗ്, സെപ്റ്റൽ ഹെമറ്റോമ, സെപ്റ്റൽ ആപ്സസ്, പെർഫോറേഷൻ, ടോക്സിക് ഷോക്ക് സിൻഡ്രോം. സോ ഫസ്റ്റ് വൺ ഇസ് ബ്ലീഡിംഗ്. ഇറ്റ് മേ റിക്വയർ റീപാക്കിംഗ് ഇഫ് സിവിയർ. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലീഡിങ് 24 hours ശേഷം നമ്മൾ നേസൽ പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ് മേ ഒക്കെ ഹാപ്പൻസ് ദെൻ റിക്വയർ റീപാക്കിംഗ്. ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് മേ റിക്വയർ റീപാക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വീണ്ടും ഈ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൽ സോക്ക് ചെയ്തിട്ടുള്ള റിബൺ ലൈക്ക് ഗോസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഇസ് സെപ്റ്റൽ ഹെമറ്റോമ മീൻസ് ഇവാക്യുവേറ്റ് ദ ഹെമറ്റോമ ആൻഡ് ഗിവൺ ഇൻട്രാനേസൽ പാക്കിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് സെപ്റ്റം ഫോർ ഈക്വൽ പ്രഷർ. ഇപ്പോൾ ഹെമറ്റോമ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് വി ഹാവ് ടു ഇവാക്യുവേറ്റ് ദാറ്റ് ഹെമറ്റോമ നമ്മൾ സക്ഷൻ ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ സെപ്റ്റൽ ആപ്സസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് സെപ്റ്റൽ ഹെമറ്റോമ ഇസ് ഫോംഡ് ദാറ്റ് മേ ബി കോസ് ഇൻഫെക്ഷൻ ഓഫ് ദ നോസ്. അപ്പോൾ സെപ്റ്റൽ ആപ്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പെർഫോറേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ സർജിക്കൽ പ്രൊസീജിയർ ഇഫ് എനി ടിയർ ഒക്കർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ. ചിലപ്പോൾ പോറലുകൾ, ഈ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് ചെറിയ പോറലുകൾ മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാവാനുള്ള, ഓപ്പോസിറ്റ് സൈഡിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് പെർഫോറേഷൻ ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് റെയർ ആണ്. സെപ്റ്റൽ സർജറി കഴിഞ്ഞതിന് ശേഷം റെയർ ആണ്, പക്ഷേ ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ഇൻഫെക്ഷൻ ഓഫ് സ്റ്റെഫൈലോകോക്കൽ സംടൈംസ് സ്ട്രെപ്റ്റോകോക്കൽ. അപ്പോൾ ആ ഫുൾ ബോഡി ഇൻഫെക്ഷനെയാണ് നമ്മൾ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നോസിയ, വോമിറ്റിംഗ്, പുരുലൻറ്റ് സെക്രീഷൻസ്, ഹൈപ്പോടെൻഷൻ ആൻഡ് റാഷസ്. സോ ദാറ്റ് ദിസ് complication should be diagnosed as early as possible and it is treated early. പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യും, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സിമ്പിൾ കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം.
ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സെപ്റ്റോപ്ലാസ്റ്റി. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ SMR ഓപ്പറേഷൻ പോലെയുള്ള വലിയൊരു ഓപ്പറേഷൻ ഒന്നുമല്ല. നമുക്ക് ആ മ്യൂക്കോകോൺഡ്രിയൽ പെരികോൺഡ്രിയൽ ഫ്ലാപ്സ് ഒന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. It's a conservative approach to septal surgery. As much of the septal framework as possible is retained. മാക്സിമം സാധനങ്ങൾ നമ്മൾ അവിടെ വെക്കും. നേരത്തെ നമ്മൾ ഈ മറ്റേ മ്യൂക്കോപെരികോൺട്രിയൽ ഫ്ലാപ്സും മ്യൂക്കോപെരിഓസ്റ്റിയൽ ഫ്ലാപ്സും മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള ബോണി ആൻഡ് കാർട്ടിലേജസ് പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയായിരുന്നു ചെയ്തത്. പക്ഷേ ഇൻ ദ സെപ്റ്റോപ്ലാസ്റ്റി എന്താണോ കളയേണ്ടത്, അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സം കാർട്ടിലേജസ് ആർ റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയൊരു ബെൻഡായിട്ടുള്ള പോർഷൻ, ആ പോർഷൻ മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് സെപ്റ്റം റീഷേപ്പ് ആക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് സെപ്റ്റോപ്ലാസ്റ്റിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കോമൺലി നമ്മൾ DNS ആണെങ്കിൽ സെപ്റ്റോപ്ലാസ്റ്റി ആണ് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻസ് ആർ സിംറ്റോമാറ്റിക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. നേരത്തെ പറഞ്ഞ അതേ സെയിം ഇൻഡിക്കേഷൻസ് തന്നെയാണുള്ളത്. ദെൻ ആസ് എ പാർട്ട് ഓഫ് സെപ്റ്റോസ് റൈനോപ്ലാസ്റ്റി ഫോർ കോസ്മെറ്റിക് റീസൺ ആൻഡ് റിക്കറൻറ്റ് എപ്പിസ്റ്റാക്സിസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം ഇൻഡിക്കേഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കോൺട്രാ ഇൻഡിക്കേഷനും സെയിം ആസ് ദാറ്റ് ഓഫ് SMR ഓപ്പറേഷൻ. അക്യൂട്ട് നേസൽ ആൻഡ് സൈനസ് ഇൻഫെക്ഷൻ, അൺട്രീറ്റഡ് ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷൻ ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ദ നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്. അതും സെയിം ഫോർ ദ SMR ഓപ്പറേഷനാണ്. ബ്ലീഡിംഗ് ഉണ്ടാവും, സെപ്റ്റൽ ഹെമറ്റോമ ഉണ്ടാവും, സെപ്റ്റൽ പെർഫോറേഷൻസ് ഉണ്ടാവും, ദെൻ എക്സ്റ്റേണൽ നേസൽ ഡിഫോമിറ്റീസ് ഉണ്ടാവും. So far we were discussed regarding submucous resection of nasal septum or SMR operation and septoplasty are surgical procedures for deviated nasal septum, and it is generally done in adults with local anesthesia. Sometimes can be done in children also with general anesthesia. So septoplasty is a conservative procedure to septal surgery. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു SMR ഓപ്പറേഷനെ പറ്റിയിട്ടും സെപ്റ്റോപ്ലാസ്റ്റീനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ് വിത്ത് ദിസ് 2 ഓപ്പറേഷൻസ് ആൻഡ് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.